ഈ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ സ്ഥാനം ഇന്ത്യൻ വോട്ടർമാരിൽ എങ്ങനെ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയവും അത് തന്നെയാണ്. രാഷ്ട്രീയ നിരീക്ഷകരിലൊക്കെ ഒരുപാട് ചർച്ച അതിനെ ആധാരമാക്കിയാണ് BJPക്ക് ഇത്തവണ അത്രയും സീറ്റുകൾ കിട്ടുമോ, ഭരണം നിലനിർത്താനാകുമോ എന്ന ചോദ്യമൊക്കെ വരുന്നത്. 2019 നമ്മൾ കൃത്യമായൊരു നരേന്ദ്രമോദി തരംഗം കണ്ടിരുന്നു. ഈ 2024 വരുമ്പോൾ ആ തരംഗം അതോ മങ്ങലാണോ? അതെ, ആ തരംഗമുണ്ടോ അതോ മങ്ങലാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ദാ ഈ കാണുന്നത് പോലെ മങ്ങലേറ്റ മോദിയാണോ എന്നൊരു ചോദ്യം. അങ്ങനെ മങ്ങലേറ്റു എന്ന ഒരു വിലയിരുത്തൽ ഉണ്ട് എങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണ്, ഏതൊക്കെ തരത്തിലാണ് വോട്ടർമാരെ സ്വാധീനിച്ചതെന്നുള്ള പ്രശ്നം അതിനകത്തുണ്ട്. ആ പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് മങ്ങലേറ്റു എന്നതാണല്ലോ. കാരണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലം മാത്രം നമുക്കെടുക്കാം. പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന പരാമർശങ്ങൾ, ഒപ്പം തന്നെ അതിനിടയിൽ നേരിടേണ്ടി വന്ന തിരിച്ചടികൾ, ഇലക്ട്രൽ ബോണ്ട് പോലുള്ള വിഷയങ്ങൾ, ഇവർ ഇതുവരെ സ്വന്തം സർക്കാരിലെ അല്ലെങ്കിൽ അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ അഴിമതിക്കെതിരെ പോരാടാൻ വന്നവരാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? അഴിമതികൾ ഓരോന്നായി പുറത്തു വരുന്നു. ഒരു അഴിമതിയെ നിയമപരമാക്കാൻ ശ്രമിച്ചതായിരുന്നല്ലോ ഇലക്ട്രൽ ബോണ്ട്. ആ ഇലക്ട്രൽ ബോണ്ടിലടക്കം തിരിച്ചടി ഉണ്ടാകുന്നു. ഇതിനിടയിൽ ഇവർക്കെതിരെ സംസാരിക്കുന്നവരെ പിടിച്ച് ജയിലിലടയ്ക്കുന്നു. അവരൊക്കെ പുറത്തു വരുന്ന സാഹചര്യം. എനിക്ക് തോന്നുന്നു പതിവ് പോലെ തന്നെ BJP സംഘ് പരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തിലൂടെ തന്നെ മോദി എന്ന നേതാവിനെ മുൻനിർത്തി 2019 പോലെ മുന്നോട്ട് പോകാം. മുമ്പ് പറഞ്ഞത് നമ്മൾ ഓരോ ഘടകങ്ങളായി ഇനി കാണാൻ പോകണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കി, ഇപ്പോൾ അയോധ്യ, നേരത്തെ ഇലക്ട്രൽ ബോണ്ട് പറഞ്ഞ പോലൊക്കെ അയോധ്യയൊക്കെ പിന്നാലെ വരും. അതുകൊണ്ട് വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ പതിവ് പോലെ വളരെ സുഖകരമായ ഒരു വർഗീയ രാഷ്ട്രീയത്തിൻ്റെ പാതയിലൂടെ തന്നെ വളരെ മെച്ചപ്പെട്ട നിലയിൽ തന്നെ അധികാരത്തിൽ തുടരാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ബദൽ മുന്നണി സജീവമാകുന്നു. ജനകീയ പ്രശ്നങ്ങൾ BJP പോലും പ്രതീക്ഷിക്കാത്ത വിധം ചർച്ചയാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമ്മുടെയൊക്കെ മുന്നിൽ. എനിക്ക് തോന്നുന്നു ആദ്യ 2 ഘട്ടം കഴിഞ്ഞപ്പോഴാണ് BJPക്ക് അത് സെൻസ് ചെയ്തത്. കാരണം തെരഞ്ഞെടുപ്പ് ശതമാനത്തിലുണ്ടായ വലിയ കുറവ് അവർക്കത് വലിയ ആശങ്ക. പക്ഷേ വേറെ കാര്യമുണ്ട് മനു, രണ്ടാം ഘട്ടം സത്യത്തിൽ ഏപ്രിൽ 26-നാണ് കേരളമടക്കം വോട്ട് നടന്നത്. പക്ഷേ ആ വോട്ടിങ്ങിന് മുമ്പ് തന്നെ ഏപ്രിൽ 21-ന് രാജസ്ഥാനിലെ ബസ്വാരയിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു മോദിയുടെ മുസ്ലിം വിരോധം അല്ലെങ്കിൽ തീവ്ര വർഗീയ രാഷ്ട്രീയം.